ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനന്തൻ, എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അഖിൽ ആ ക്രിക്കറ്റ് കളിക്കാരൻ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? ഇത്ര ക്ലാരിറ്റി ഉള്ളൊരു വിഷയത്തിൽ എന്താണ് കെ സി ഐക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നത്? കെ സി ഐ തലപ്പത്തുള്ളവരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുകയാണോ? ഈ കായിക മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് നിരവധി വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ് ഈ പരിശീലകരുടെയും മറ്റും ഭാഗത്ത് നിന്നുള്ള. ഇതൊരു പതിവാക്കി വച്ചിരിക്കുകയാണോ കെ സി ഐ അടക്കം? എന്തുകൊണ്ടാണ് സി എമ്മിൻ്റെ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടാകാതെ പോകുന്നത്? ഒരു പോക്സോ കേസിൽ തുടരന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ അവിടെ സിസ്റ്റം ഒന്നുമില്ലേ? ഈ കത്തയച്ചാൽ അതിനെ ഞങ്ങളത് അയച്ചിട്ടുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നൊരു മറുപടി മാത്രമാണോ? കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഈ കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ അവർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? രതീഷ്, ഏതാണ്ട് 3-4 ആഴ്ചയ്ക്ക് മുമ്പാണ് കെ സി ഐയുടെ ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകുന്നു. അതിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം ഒരു 5 പരാതികൾ കൂടി വന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ മനു ഈ കേസുകളിൽ, ഈ പരാതികളിലുള്ള രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ്. ഇതേ മനുവിനെതിരെ 2022 സമാനമായ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ. ആ കേസിന് എന്താണ് സംഭവിച്ചത്? അതിനുശേഷവും എങ്ങനെയാണ് മനു എന്ന ഈ പീഡന പരമ്പര നടത്തുന്ന ഒരു വ്യക്തി പെൺകുട്ടികളുടെ കോച്ചായി കെ സി ഐയിൽ തുടർന്നത്? അതിൻ്റെ ഒരു മറുപടിയാണ് അന്ന് ആ കെ സി ഐയുടെ ഭാഗമായി ക്രിക്കറ്റ് കളിച്ചിരുന്ന അഖിൽ എന്ന ക്രിക്കറ്റ് താരം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് അഖിൽ പ്രധാനമായും പറയുന്നത്. 2022 പോക്സോ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആ കേസ് തെളിവില്ലാതെ അവസാനിക്കുമ്പോൾ അതിനു പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അഖിൽ നമുക്ക് നൽകുന്നത്. മറ്റൊന്ന്, കെ സി ഐയുടെ കോച്ചിങ് സെൻറ്ററിൽ അവിടെ ഈ മനു എന്ന ഒരു പീഡനം നടത്തുന്നയാൾ എങ്ങനെയാണ് പെൺകുട്ടികളോട് പെരുമാറിയിരുന്നത്, അവിടെ ഇയാൾക്ക് അനുകൂലമായ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ പരാതിയൊക്കെ ഉന്നയിച്ച ശേഷം അവിടുത്തെ അഖിലടക്കമുള്ള ക്രിക്കറ്റ് കളിക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അവിടെ നിന്ന് അവരെ പുറത്താക്കുകയും കേരളത്തിൽ എവിടെയും ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്ത കാര്യം. അങ്ങനെ 3 കാര്യങ്ങൾ. അതിൽ ഈ 2022 പരാതി ഉന്നയിച്ച പെൺകുട്ടി അതൊരു തമിഴ് പശ്ചാത്തലമുള്ള പെൺകുട്ടിയായിരുന്നു. വളരെ നിർധനമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അവൾ ക്രിക്കറ്റിനെ ആരാധിച്ചുകൊണ്ട് കെ സി ഐയുടെ പരിശീലന കളരിയിലേക്ക് എത്തിയത്. അതും 10 വയസ്സുള്ളപ്പോൾ. ആ 10ാം വയസ്സിലാണ് ആ പെൺകുട്ടിക്ക് കൊടിയ പീഡനം ഈ കോച്ച് മനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പരാതി വന്നു. ആ പരാതിയിൽ മൊഴിയെടുത്തു. ഈ അഖിലടക്കമുള്ള 8ഓളം കുട്ടികളാണ് ഈ പെൺകുട്ടിക്ക് പൂർണ്ണ പിന്തുണയും നൽകി ആ കേസിൻ്റെ പിന്നാലെ നടന്നത്. പക്ഷേ അത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെത്തി. അതിൻ്റെ വിചാരണ വേളയിൽ തെളിവൊന്നുമില്ലാതെ അത് അവസാനിക്കുകയായിരുന്നു. അങ്ങനെ അവസാനിച്ച ആ കേസിന് പിന്നിൽ വലിയ അട്ടിമറി നടന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് നൽകുന്നത്. ഈ കേസ് നടന്ന് കഴിഞ്ഞു. അതിലെല്ലാ സംഭവങ്ങളും അവസാനിച്ചു. കേസ് നടപടികളെല്ലാം അവസാനിച്ചു. പക്ഷേ മനുവിനെതിരെ ഇങ്ങനെ ഒരു പ്രവൃത്തിയുള്ള ആളാണ് എന്ന് അന്ന് തന്നെ നിരവധി പരാതികൾ വന്നു. ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു. പല രീതിയിൽ അവിടെ കളിക്കുന്ന കുട്ടികൾക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും മനുവിനെ ഈ കഴിഞ്ഞ 2 വർഷവും അവിടെ പെൺകുട്ടികളുടെ കോച്ചായി തുടരാനാണ് കെ സി ഐ അനുമതി നൽകിയത്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഈ കെ സി ഐയുടെ ഭാഗത്ത് നിന്ന് എന്തിനാണ് മനുവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാക്കിയിരുന്നത്? പെൺകുട്ടികളെ ആക്രമിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തി, അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിനെയാണ് മനുവിൻ എന്ന കോച്ചിനെ കെ സി ഐ അവരുടെ പരിശീലന കളരിയിൽ വെച്ചുകൊണ്ടിരുന്നത്? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കാണേണ്ടത്. അത് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് അതിന് വ്യക്തത വരുത്തേണ്ടത്. കാരണം മനുവിനെ സംരക്ഷിക്കുന്ന അദൃശ്യ ശക്തികൾ കെ സി ഐയിലുണ്ടോ? എന്താണ് അവരുടെ താല്പര്യം? മനു അവിടെ തുടരേണ്ടതും ഈ പെൺകുട്ടികളെ ഇങ്ങനെ വലവിരിച്ച് കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരനായി അവിടെ തുടരേണ്ടുന്ന ആവശ്യം ആർക്കാണ്? ഈ കാര്യങ്ങളിലാണ്, ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം തരേണ്ടത്. ഏതായാലും കേരള പോലീസ് അല്ലെങ്കിൽ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ 6 പോക്സോ കേസുകളാണ് മനുവിനെതിരെ അന്വേഷിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് 2022 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ പരാതിയിൽ അത് ആ ഫയലെ ക്ലോസ് ചെയ്തോ, അതോ ഈ 6 കേസിനകത്ത് ആ കേസും വീണ്ടും വരുന്നുണ്ടോ? 2022 കേസ് അവിടെ അവസാനിച്ചതാണ് രതീഷ്. അത് ആ കേസിൽ മനുവിനെ കുറ്റവിമുക്തനാക്കിയതാണ്. കാരണം ഈ അതിജീവിത തന്നെ മൊഴി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ ആ കേസ് അവസാനിച്ചു. പക്ഷേ അങ്ങനെ അതിജീവിത മൊഴി മാറ്റുന്ന സ്ഥിതിയിലേക്ക് ആ കേസിനെ കൊണ്ടെത്തിച്ചതിന് പിന്നിൽ വലിയ അട്ടിമറി ശ്രമങ്ങളുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല 2022 അങ്ങനൊരു കേസിൽ പ്രതിയായ, അല്ലെങ്കിൽ അങ്ങനൊരു ആരോപണത്തിൻ്റെ നിഴലിൽ പോലും എത്തിയ ഒരു വ്യക്തിയെ പിന്നീട് എന്തിനാണ് കേസ് അവിടെ തുടരാൻ അനുവദിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ 6ഓളം പെൺകുട്ടികൾ വീണ്ടും ഈ ഒരു മാസം പുതിയ പരാതിയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ 2022 ഇങ്ങനൊരു പെരുമാറ്റം നടത്തിയ കോച്ചിനെ അവിടെ തുടരാൻ അനുവദിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ
മറ്റു കുറേ പെൺകുട്ടികൾ കൂടി ഇയാളുടെ പീഡനത്തിന് ഇരയാകേണ്ടി വന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും 2022 കേസിൻ്റെ സാഹചര്യം കൂടി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിച്ചാൽ എങ്ങനെയാണ് മനു അവിടെ തുടർന്നത്, ആ മനുവിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, മനുവിനെ സംരക്ഷിക്കുന്ന ശക്തികൾ ആരാണ് എന്നൊക്കെ അറിയാൻ കഴിയും. അക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും നമ്മളോട് പറയുന്നത്. രതീഷ്, അനന്തരി നമ്മളൊക്കെ ചെറുതിലെ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ BCCI KCA എന്നൊക്കെ കേട്ടാൽ വലിയ സംവിധാനങ്ങളാണല്ലോ, ഏതോ ദൂരെയുള്ള ഏതോ വലിയ വിദഗ്ധരുടെ വലിയ സംവിധാനമെന്നാണ്. തിരുവനന്തപുരത്ത് വലിയ കോടികളുടെ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടവും ആധുനിക സംവിധാനങ്ങളും എല്ലാം KCA ഓഫീസിലുണ്ട്. അവിടെ ചെറിയ കുട്ടികൾ 10, 11, 12 വയസ്സുള്ള കുട്ടികളൊക്കെ പീഡനത്തിനിരയാകുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയിൽ വരുന്ന ഭാവിയിലെ താരങ്ങളായിരുന്ന ആളുകളാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അവിടെ ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനവുമില്ല. ഈ KCA എന്ന വലിയ പേരും അതിന് പിന്നിലെ കോടികളുടെ ബിസിനസ് ഇടപാടുകളും ഈ കളി താല്പര്യങ്ങളും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഈ കുട്ടികളെ അവിടേക്ക് റിക്രൂട്ട് ചെയ്താൽ അവിടെ മോണിറ്റർ ചെയ്യാൻ ഒരു വ്യവസ്ഥയും സംവിധാനവും ഇല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ രതീഷ്. കാരണം ഈ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഈ 6 പരാതികൾ, ആ പരാതികളിൽ കേസൊക്കെ എടുത്തപ്പോൾ നമ്മൾ KCA പ്രതിനിധികളുമായി ഭാരവാഹികളുമായി സംസാരിച്ചതാണ്. അപ്പോൾ അവരെല്ലാം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. അവർ പറയുന്നത് ഈ പരാതികൾ വന്നപ്പോൾ മാത്രമാണ് ഈ മനുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നതാണ്. അത് കള്ളമാണ്. കാരണം 2022 സമാനമായ പരാതി ഉയർന്നപ്പോൾ മറ്റു ചില കുട്ടികളും ഇതേപോലെ പരാതികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഒതുക്കി തീർക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോയത്. മാത്രമല്ല ഈ KCA ആസ്ഥാനത്തെ ഈ പരിശീലന കേന്ദ്രത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അഖിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ആ സമയത്ത് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 4 നില കെട്ടിടമായിരുന്നു. അതിനുള്ളിൽ ജിംനേഷ്യമുണ്ട്, മറ്റ് ചില ഒഴിഞ്ഞ മുറികളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ ഈ പെൺകുട്ടികളെ മനു കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ നിന്നും പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന കാഴ്ചകളുമൊക്കെ ഈ ആൺകുട്ടികൾ അടക്കമുള്ളവർ അന്ന് കാണുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് അവിടെ പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ KCA പൂർണ്ണമായും അല്ലെങ്കിൽ KCAയുടെ നിലപാട് കണ്ടു കഴിഞ്ഞാൽ തോന്നും അവിടെ ഒരു പരിശീലന കളരി അവർ സൗജന്യമായി നടത്തുന്നു, അവിടെ ഒരു പരിശീലകൻ വരുന്നു, അയാൾ പെൺകുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുന്നു. അതിനപ്പുറം ആ പരിശീലനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ പരിശീലനത്തിന് വരുന്ന പെൺകുട്ടികളുടെ സുരക്ഷയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ KCAക്ക് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായ അന്വേഷണമാണ് നടത്തിയത്. ഇതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വരുന്ന ഒരു പെൺകുട്ടിക്കും ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് KCAയുടെ ഭാരവാഹികൾ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അവിടെ തോന്നുമ്പടി കിട്ടിയ ഒരു അവസരം ഈ മനു എന്ന് പറയുന്ന ഒരു കോച്ച് അയാൾ എത്രത്തോളം പെൺകുട്ടികളെ ചൂഷണം ചെയ്യാമോ അത്രത്തോളം പരമാവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തു. 6 പരാതികളാണ് ഇപ്പോൾ വന്നത്. 6 അതിൽ കൂടുതൽ പെൺകുട്ടികൾ അവിടെ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. മാത്രമല്ല ഇത് പുറത്തു പറയാൻ ഭയക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇതിനു മുൻപ് ഇയാളുടെ പീഡനം സഹിക്കാതെ ക്രിക്കറ്റ് കളിയെ വേണ്ട എന്ന് വെച്ച് ഇവിടെ നിന്ന് പരിശീലനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. മാത്രമല്ല ഈ അഖിലുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മനുവിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, അയാൾ ഈ 10, 11 വയസ്സുള്ള കുട്ടികളാണല്ലോ ക്രിക്കറ്റ് കളിയിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വരുന്നത്. ആ വരുന്ന ഉടനെ തന്നെ ഈ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ലൈംഗികമായ കാര്യങ്ങൾ പറഞ്ഞ് പോൺ വീഡിയോസൊക്കെ കാണിച്ച് ഇതിനകത്ത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ മികച്ച ഒരു ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇങ്ങനെ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകണമെന്ന് കുഞ്ഞിലെ ഈ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മനുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാണ് നമുക്ക് ഈ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും അപകടകാരിയായ ഒരു വ്യക്തിയാണ് KCA അവരുടെ കോച്ചായിട്ട് തിരുവനന്തപുരം ആസ്ഥാനത്ത് പരിശീലന കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടിരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തുമാത്രം ഭീകരമായൊരു സ്ഥിതിയാണ് ആ ക്രിക്കറ്റ് പരിശീലനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുക. ഏതായാലും ഈ അഖിലും ഒക്കെ പറയുന്നത് വലിയ താരങ്ങൾ ഉദിച്ചു വരേണ്ട ഒരു പരിശീലന കേന്ദ്രമായിരുന്നു. പക്ഷേ വലിയ താരങ്ങളാകേണ്ടി വന്നവർ ഇത്തരം കാര്യങ്ങൾക്ക് നിന്നുകൊടുക്കാത്തത് കൊണ്ട് അവർ ക്രിക്കറ്റ് കളിയിൽ നിന്ന് തന്നെ പുറത്താവുകയും അവർക്ക് ഒരു ക്ലബിലും കളിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്ന ചില ക്രൂര വിനോദങ്ങൾ കൂടി ഈ മനുവിനുണ്ടായിരുന്നു. അതിനൊക്കെ മനു ഒറ്റയ്ക്കാണോ ഈ മനുവിന് ഇതിനൊക്കെയുള്ള ശക്തി കിട്ടിയത്, അതോ അതിനു പിന്നിൽ വലിയ ശക്തികൾ മറ്റു രീതിയിലുണ്ടോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ശരി, അത്യന്തം ഗുരുതരമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് KCAയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത്രനാൾ മൂടിവെച്ച കാര്യങ്ങൾ അത് അല്പാൽപമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തന്വേഷണം ഉണ്ടാകും, അതിലൊക്കെ വിശ്വസിക്കണോ എന്ന സ്വാഭാവികമായ സംശയവും ചോദ്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.